ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ 1 കപ്പ് വെള്ളക്കടല എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടാക്കുന്നത് വെള്ളക്കടല കൊണ്ടാണ്. അപ്പോൾ ഇത് ഒന്ന് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെക്കണം. ഓവർനൈറ്റ് അല്ലെങ്കിൽ മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യണം കേട്ടോ. 2 മണിക്കൂറൊന്നും സോക്ക് ചെയ്താൽ പോരാ, നല്ലോണം സോക്കായിട്ട് വരണം. അപ്പോൾ ഇതാ ഞാൻ ഓവർനൈറ്റാണ് കേട്ടോ സോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇത് നല്ലോണം സോക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഓവർനൈറ്റാണ് കേട്ടോ സോക്ക് ചെയ്തത്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കടല കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലോണം ഡബിൾ സൈസായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നല്ലോണം ഡ്രെയിൻ ചെയ്തെടുക്കുക. വെള്ളം നല്ലോണം കളയണം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സവാളയാണ്. അത് ഇതാ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് സവാള ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ എരിവിന് അനുസരിച്ചിട്ട് എടുക്കുക. ഞാനിപ്പോൾ നല്ല സ്പൈസി ആയിട്ട് തന്നെയാണ് കേട്ടോ ആക്കുന്നത്. പിന്നെ ഇതാ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി വേണം. പിന്നെ പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ വേണ്ടത് ഇതാ മല്ലിയിലയാണ്. ഇതിപ്പം ഒരു കൈപ്പിടി നിറയെ ഉണ്ട് കേട്ടോ. ഇതാ ഇതുപോലെ ഒരു കൈപ്പിടി നിറയെ ഉണ്ട്. ഈ ഒരു അളവിനെടുത്താൽ മതി. എന്നിട്ട് ഇത് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നല്ലോണം അരച്ചെടുക്കണ്ട, ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് പൾസിലിട്ടിട്ട് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ 2 ബാച്ചായിട്ട് അരച്ചെടുക്കുക. എല്ലാം കൂടി ഒരുമിച്ചിട്ടാൽ ചിലപ്പം അരച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് 2 ബാച്ചായിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഫസ്റ്റ് ബാച്ച് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലോണം അരഞ്ഞിട്ടില്ല, പേസ്റ്റ് പോലെ ചെറിയ തരിതരിപ്പുണ്ട് കേട്ടോ. നമ്മൾ പരിപ്പ് വടക്കൊക്കെ അരക്കൂലേ അതുപോലെ വേണം കേട്ടോ അരക്കാൻ. ചെറിയ തരിതരിപ്പ് വേണം. ഇനിയിപ്പം ഇതുപോലെ തന്നെ 2ാമത്തെ ബാച്ചും അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ മല്ലിയില ഇട്ടിട്ടില്ല, എല്ലാം കൂടി ഒരുമിച്ചിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാ 2ാമത്തെ ബാച്ചിൽ ഞാൻ മല്ലിയില മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാലും നിങ്ങൾക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ അരച്ചെടുത്താലും മതി. എന്തായാലും എല്ലാ ഇൻഗ്രീഡിയൻസും ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ 2ാമത്തെ ബാച്ചും അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ കളർ ചേഞ്ച് ഉണ്ട്, കാരണം നമ്മൾ 2ാമത്തെ ബാച്ചിലാണ് മല്ലിയില ഇട്ടിട്ടില്ലേ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ആദ്യം ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. എന്നിട്ട് നമുക്കിതിൽ ബാക്കിയുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മളിതാ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുവരെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ 1 ടീസ്പൂണ് നിറയെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് കുറക്കാൻ പാടില്ല. പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടിയൊന്നും കൂടി പോകണ്ട കേട്ടോ, അത്രയും മതി. പിന്നെ വേണേൽ നിങ്ങൾക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കാറാവുമ്പം ഇങ്ങനെ അരച്ചെടുത്താൽ മതി. അരച്ചിട്ട് വെക്കണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ അരച്ചിട്ട് ചുട്ടെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ഷേപ്പാക്കി എടുക്കുക. നമുക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഷേപ്പാക്കി എടുക്കുക. ഇങ്ങനെ ബോളോ അല്ലെങ്കിൽ പരിപ്പ് വടൻ്റെ ഒരു ഷേപ്പോ അങ്ങനെ എന്തെങ്കിലും ആക്കിയെടുക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഫലാഫലിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. ഞാൻ ചെയ്യുന്നത് പോലെ, വീഡിയോയിൽ ചെയ്യുന്നത് പോലെയാണ് ഫലാഫലിൻ്റെ ഷേപ്പ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ പരിപ്പ് വട പോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതിൻ്റെ നടുവിൽ അത്യാവശ്യം ഒരു തിക്നെസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ തമ്മനയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു ഹോൾ ആവുമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഫലാഫലിൻ്റെ ഷേപ്പ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളതും ചെയ്തെടുക്കുക, എന്നിട്ട് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇനിയിപ്പം വേറൊന്നും ചെയ്യാനില്ല, ഇങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാനേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഷേപ്പറൊക്കെ വരുന്നുണ്ട്, കട്ടറും അങ്ങനെയുള്ള സംഭവമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണേൽ അതുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഇനിയിപ്പോൾ ഇതാ ഓയിൽ നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ കടല കുക്കാക്കിയിട്ടില്ലല്ലോ, അപ്പോൾ അത് കുക്കായിട്ട് വരാനുള്ള സമയം കൊടുക്കണം.
അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കളറാവുമ്പം കോരി മാറ്റിയാൽ മതി. പിന്നെ ഫ്ലെയിമിൻ്റെ കാര്യം മറക്കണ്ട, കുക്കാവാനുള്ള ടൈം എന്തായാലും കൊടുക്കണം. അപ്പോൾ ഇതാ ഇങ്ങനെ കോരി മാറ്റുക. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ സ്നാക്ക്. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് അറബികളുടെ ഏറ്റവും ഫേവറായിട്ടുള്ളൊരു സ്നാക്കാണ്. പിന്നെ ഇത് സ്റ്റാർട്ടറായിട്ടും വെക്കലുണ്ട്, സ്നാക്കായിട്ട് വെക്കലുണ്ട്. പിന്നെ വെജിറ്റേറിയൻസിന് നമ്മൾ ഷവർമയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ റോളാക്കിയിട്ടൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരാം. അതുവരെ അസ്സലാമു അലൈക്കും.